തീയതി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മുനമ്പം തീരദേശവാസികൾ. വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വേണമെന്ന് ആണ് ഇവരുടെ ആവശ്യം. അതേസമയം കുടിയൊഴിപ്പിക്കൽ ഭീഷണിക്കെതിരെ തീരദേശവാസികൾ നടത്തുന്ന സമരം 31ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, ഈ സമരം 31ാം ദിവസത്തിലേക്ക് കടന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള വാക്ക് അത് വല്ലാത്ത ആത്മവിശ്വാസം അവർക്ക് നൽകുന്നുണ്ട്. ഈ വിഷയത്തിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അവർ മുന്നോട്ട് വെക്കുന്നു, അല്ലേ? അറിയാതെ ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുനമ്പൻ നിവാസികൾ കഴിയുന്നത്. പക്ഷെ അപ്പോഴും അവർ സമരത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല. അവർ പറയുന്നത് 22ാം തീയതിയുള്ള ഉന്നതതല യോഗം കഴിയട്ടെ, അതിനുശേഷം ഇവരുടെ ആ ഉന്നതതല യോഗത്തിന്റെ എന്താണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പരിഹാരം തന്നെയാണ് സർക്കാർ പറയുന്നത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും ഞങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറുക. അതുവരെ ആ സമരം തുടരും. ഇന്ന് 31ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് രാവിലെ 10:30യോടുകൂടി ഇന്നലെ മുനമ്പൻ നിവാസികൾ, അതായത് ഈ സമരം നടത്തുന്ന സമരസമിതി അംഗങ്ങളെ ഇക്കാര്യം അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിക്കുന്നു. അടിയന്തരമായി ഓഫീസിലേക്ക് വന്നാൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഇതിനെ തുടർന്ന് ഇവർ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ എറണാകുളം ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുന്നു. ഏകദേശം 15 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഒരു ഹ്രസ്വമായിട്ടുള്ള ഒരു യോഗമായിരുന്നു, ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിന്റെ അവസാനം ഈ ഇറങ്ങി വന്നപ്പോൾ ഈ പി രാജീവും ഒപ്പം ഈ സമരസമിതിയിലെ നേതാക്കളും പറഞ്ഞത്, ഞങ്ങൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടതിൽ ചെറിയൊരു ആശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. 22ാം തീയതിയിൽ, അതായത് 28ാം തീയതി ചേരാനിരുന്ന ഉന്നതതല യോഗമാണ് നേരത്തെ ആക്കി 22ാം തീയതിയിലേക്ക് ആക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അന്ന് ചേരുന്ന യോഗത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സൂചന ലഭിക്കുകയും ചെയ്തു എന്ന് കൂടി അവർ പറയുന്നുണ്ട്. എന്തായാലും മുനമ്പൻ നിവാസികളുടെ സമരം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 22ാം തീയതിന് ശേഷം എന്തായിരിക്കും അവരുടെ അടുത്ത നിലപാട്, എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട്, ഇതെല്ലാം നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. തീർച്ചയായും. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വഖഫ് ബോർഡിന്റെ നടപടി മൂലം നിരവധി ജീവിതങ്ങളാണ് മുനമ്പത്ത് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഭൂമിയുടെ റവന്യൂ അവകാശത്തിന് വെല്ലുവിളി ഉയർന്നതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീട് പോലും ചിലർക്ക് നഷ്ടമായി. പഠനവും ജീവിതവുമെല്ലാം വഴിമുട്ടിയ അവസ്ഥയിലാണ് മുനമ്പത്തെ പല കുടുംബങ്ങളും. ഒരു കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെരക്കത്ത് കിടക്കാൻ പറ്റില്ല. ഇടിവിട്ടൊക്കെ വരുമ്പോൾ വലിയ കാറ്റാണ് ഇവിടെ ശക്തമായ തന്നെ. അതുകൊണ്ട് ഞാൻ ഉറങ്ങാറില്ല. എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മക്കൾ ഉറങ്ങി പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വേണമല്ലോ ഉണർന്നിരുന്നിട്ട് ഈ കാറ്റ് വന്ന് എങ്ങാടെങ്കിലും ഓടണമെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ആരെങ്കിലും ഒരാൾ ഉണർന്നിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ കാറ്റും കോളും മഴയൊക്കെ വരുന്ന സമയത്ത് ഉണർന്നിരിക്കണേ. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ചതിനു ശേഷം വിജിയുടെ ഏക സ്വപ്നം മക്കൾക്ക് സുരക്ഷിതമായി ഉറങ്ങാനുള്ള ഒരു വീടാണ്. റവന്യൂ അവകാശങ്ങൾ നഷ്ടമായതോടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കയറാത്ത ഓഫീസുകളില്ല. ആർക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ കഴിയുമെന്നും അറിയില്ല. മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുകയാണ്. അവരുടെ ഉന്നത പഠനത്തിനും പണയപ്പെടുത്താൻ ഇവിടെ ഇതേ ഇനി ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോൾ അതിനും കഴിയില്ല. വിജി മാത്രമല്ല, വഖഫ് നടപടി മൂലം ജീവിതം പ്രതിസന്ധിയിലായ ഇനിയുമുണ്ട് ഒരുപാട് പേർ. 1.5 സെന്റിൽ ഒരു ചായ്പിലാണ് എൽസിയുടെ താമസം. മത്സ്യത്തൊഴിലാളിയായ ഭർത്താവ് മരിച്ചതിന് ശേഷം ജീവിതം പൂർണ്ണമായും വഴിമുട്ടി. ഇപ്പോൾ പുതിയ പ്രതിസന്ധിയും. ആരുമില്ല, നോക്കാനായിട്ട് ആരുമില്ല. ഇതൊന്നും നന്നാക്കി പുള്ളിയുള്ള സമയത്ത് തന്നെ നന്നാക്കിയതാണ്. എങ്ങോട്ടാണെന്നുള്ളൊരു ഇല്ല. പടിഞ്ഞാറ് വശം കടല്, കിഴക്ക് വശം പോയില്. വേറെ ആരുമില്ല സഹായത്തിനും ഒന്നിനും. അങ്ങനെയുള്ള അവസ്ഥയാണ് എല്ലാവരുടെയും അവസ്ഥ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിന്ന് മാറണമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങാട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. 10-20 കൊല്ലമൊക്കെ താമസിച്ച് അവർ പറഞ്ഞ വില കൊടുത്ത് നമ്മൾ മേടിച്ചതാണ്. പട്ടയമുണ്ട്, കരടച്ച കടലാസുണ്ട്, ഇതെല്ലാനും ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പനായി തുടങ്ങിയ കടയാണ് ജോൺസന്റെ ഏക വരുമാന മാർഗം. അതൊന്ന് മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹത്തിനിടയിൽ ഇപ്പോഴ് അത് നഷ്ടപ്പെടുന്ന അവസ്ഥയിലായി. വഴിമുട്ട് തന്നെയാണ്, ഒരു രക്ഷയില്ല. ശരിക്കും സർക്കാർ ഞങ്ങളെ ശക്തമായിട്ട് തന്നെ ഞങ്ങളോട് സഹായിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് എത്രയും പെട്ടെന്നൊരു ഭൂമിക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ തീർത്ത് ഞങ്ങളിതിൽ നിന്ന് മോചിതരാകണമെന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ടെങ്കിലും അത് ഏത് കാലത്താണെന്ന് ഇവർ പരസ്പരം ചോദിക്കുന്നു. ന്യൂസ് 18 കൊച്ചി.